Experience. ചേച്ചി പിടിച്ചേച്ചി പിടിക്കേച്ചി ഈ പെണ്ണ് അതൊക്കെ അവിടെ വെക്കാതെ അതൊക്കെ ലാസ്റ്റ് കെട്ടിയാ മതി. ആ വെട്ടിയത് അവിടെ ഇട്ടോ. കൈ കണ്ട വിറകൊക്കെ മാറ്റിയിട്. ചേച്ചി അവിടെ എന്തോ നോക്കിയിരിക്കാണ്. അവള് പുളി തിന്നാൻ വന്നതാ. അതെ, ആ വിറകൊക്കെ അങ്ങോട്ട് അവിടെ അട്ടിയിട. എന്നിട്ട് ആ ഇലയൊക്കെ അല്ലേ, ഉണങ്ങിയ ഇലയൊക്കെ വെട്ടിയിട്ട് ഇവിടെ കൂട്ട്. വൈകുന്നേരം വെയിലാറിയിട്ട് നമുക്കത് കത്തിച്ചുവിടാം. അമ്മ പറയുന്നു ചുമ്മാ ഓരോന്ന് ന്യായം പറഞ്ഞോണ്ടിരുന്നാ മതിയല്ലോ. ഊണ് കഴിഞ്ഞ വെറുതെ സൊറയും പറഞ്ഞിട്ട് കടന്നുറങ്ങല്ലേ. ഇതുപോലെ ഓരോ പണി വീട്ടിലെടുക്കുക. മോനെന്താ തെങ്ങ് ചാടിക്കണം, ഇങ്ങോട്ട് വാ. അല്ല, അത് അത്രയല്ലേ വെട്ടത്. മൂന്നാൾക്ക് വെട്ടി തരിയൊക്കെ ഉള്ളതുകൊണ്ട് ആക്കാത്. അങ്ങോട്ട് വീട്ടിലൊക്കെ വെട്ടണല്ലേ, വെട്ടി കഷ്ണാക്കിയിട്ട് നോക്കി നിക്കല്ലേ. വീട്ടില് ഞാനല്ലേ വെട്ടുന്നത്, എന്നാ കുറച്ച് വെട്ട്. ആകെ ഒരു വെട്ടത്തിന്റെ മൂന്നാളുണ്ട്. ഒരാൾ അങ്ങോട്ട് വെട്ട്, ബാക്കിയുള്ളവരിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്ക്. അതന്നെ ഈ പ്രശ്നം. എടി, ഒരു കുറ്റി ഗ്യാസിന് ഇപ്പൊ എന്താ വില? 850-900 ഉറുപ്പ്യ കൊടുക്കണ്ടേ? ഒരു മാസത്തിലെ 2 കുറ്റി ഗ്യാസ് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യത്തിന്റെ പകുതി കൊണ്ട് പോവില്ലേ? ഇത് ഒരു കുറ്റി ഗ്യാസ് ചിലക്ക് 2 മാസം ഉപയോഗിക്കാൻ പാടും. ബാക്കി വിറക് വെട്ടിയിട്ട് പുറത്ത് അടുപ്പിലെ ചോറ് വെക്കണം. ഊതി കണ്ണു പോകും. പിന്നെ പണിയെടുക്കണം. പിന്നെ നീ പുളി വെച്ചതിനാണ്ട് അത് വെട്ടിയിട്ട് കൂട്ടുകൂട്ടിയ സമയം. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു നെഞ്ചുവേദന, ഇടയ്ക്കൊരു പുളിച്ചായിട്ടുള്ളൂ. അമ്മാവൻ കിടന്ന് ഒച്ചയിട്ടാ. നീ ഒരു കാര്യം ചെയ്താ, ആ മേശമുള്ള ഗ്യാസിന്റെ ഗുളിയിരിക്കണ്ട അവരുടെ അടുത്ത് കൊടുന്ന. ഞാനൊരു ജോലി ചെയ്യുന്ന കണ്ടോ, ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പറയും കൂടി ചെല്ലണം. പണി പോയി എടുക്കും. എടി, നീ ആ വെട്ടത്തിയ ലില്ലിയുടെ കൈ കൊടുത്തിട്ട് പോയിട്ട് ഗുളി എടുത്തിട്ട് പോ. പക്ഷെ ഞാൻ പോവൂല, നിങ്ങൾ പോയി എടുത്തു പോയി. എനിക്ക് വയ്യ. എന്താടി പറഞ്ഞൊരു കാര്യം കേട്ടാ, എന്തൊരു സാധനം അത്. ഞാനൊരു പണി പറഞ്ഞ മുഖത്ത് നോക്കിയിട്ട് അപ്പൊ പറ്റില്ല പറയും. എന്തെങ്കിലും പറയുന്ന കേട്ടാ വിചാരിക്കും വീട്ടിലെ പണി മൊത്തം നിങ്ങളാ ചെയ്യുന്നതെന്ന്. ചുമ്മാ പോയേ, ഒന്ന് വായ അടക്കടി. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ കുഴപ്പം. ലില്ലി മുളക് പോയിട്ട് ഗുളി എടുത്തിട്ട് വന്നാൽ ആ മേശ പുറത്തിരിക്കുന്നു. അമ്മാവനൊന്നും ചെയ്യുന്നില്ല. അമ്മാവൻ വഴി എടുത്തിട്ട് കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇനി ഇങ്ങോട്ട് വരണ്ട. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണല്ലോ. എന്നോട് ചോദിക്കണ്ട, ഞാൻ പോവില്ല. വേണ്ടേ, നിങ്ങൾ ആരും പോണ്ട. ഒക്കെ അവളെ കണ്ടല്ലേ പഠിക്കുന്നത്. ഇവര് പറഞ്ഞതിൽ അർത്ഥമുണ്ട്. നിന്നെ ഞാൻ കെട്ടിക്കൊടുന്നല്ലേ, നിനക്ക് ഞാൻ പറഞ്ഞൊരു പണിയെടുത്താൻ എന്താ? ഇത്രയും പണിയെടുത്ത് ഒരു ഗുളി എടുത്ത് കഴിക്കാമെങ്കിൽ പോയി എടുത്ത് കഴിക്കും. വേണോ പ്രസംഗിക്കണം, നേരം വേണ്ടല്ലോ ഗുളി എടുത്ത് കഴിക്കാൻ. ഞാൻ ഗുളി എടുത്ത് കഴിക്കും. ഗുളി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചു നേരം കടന്നുറങ്ങും. എന്നെ വിളിക്കാൻ വരരുത്. അയ്യോ, വരാതിരിക്കാമോ? കുറച്ച് സമാധാനമായിട്ട് ഇവിടെ കാണാൻ നിന്നോട്ടെ. എന്നാ ഞാൻ ഗുളി കഴിച്ച കുറച്ചു നേരം കിടക്കും. ഞാൻ വരില്ല. വേണ്ടാന്നേ, ഒന്ന് പോവോ? ലിലിമോളെ, ഞാൻ അഥവാ ഉറക്കത്ത് പെട്ടാലേ ഒരു 4 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണം. 4:30 മണിക്ക് കൃഷി ഓഫീസർ കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ ഒരു 4 മണിക്കാലും പോകണം. അമ്മായി ഒന്ന് വിളിക്കും. വേണ്ട, അവള് വിളിക്കണ്ട. ഉറങ്ങി നീച്ച അതിന്റെ മോൻ തന്നെ കാണണ്ട എനിക്ക്. ഞാൻ വിളിച്ചതാ. വേണ്ട, മോള് ഒന്ന് വിളിക്കിട്ടാ, മറക്കരുതേ. ഒരു പണി പറഞ്ഞ് കേൾക്കാത്ത സാധനം. അതെ, വർത്താനം പറഞ്ഞ് പുളിങ്ങി നിൽക്കണ്ടൊക്കെ വെട്ടി എടുക്കുക. എന്റെ അമ്മാവ പോയി മരുന്ന് കഴിക്കുക. ചെല്ല് പോ. മനുഷ്യനുണ്ടോ? പുളി വെക്കാനെങ്കിൽ പുളി കുത്തി വെക്കാറുണ്ട്, ഉണ്ട പിടിച്ച് വെക്കായിരുന്നു. ഇതിലത്ര ഇല്ല ചേച്ചി, അതില് പിന്നെ ഉണ്ടോ? അവിടെ ഉണ്ട്, നല്ലോണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും ഭാര്യ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെ. ഒക്കെ അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എണ്ണം വേണ്ടിരുന്നില്ലേ, വടക്കോടിയും വേണ്ടിരുന്നില്ല. കല്ലല്ലേ? എന്ത് കളിയാ? കളകളിയോ? അത് നല്ല കളിയാ. ചെറുപ്പത്തിലൊക്കെ ഞാൻ കളിച്ചിരുന്ന കളിയാ. അതെ, കളിക്കൊക്കെ ചെയ്തോ, ബഹളം ഉണ്ടാക്കാണ്ടോ ഒതുങ്ങി കളിക്കണം കേട്ടാ. അപ്പൊ കുറച്ചു നേരം കിടക്കട്ടെ. ഇതെന്തല്ലേ? അല്ല,
പറ്റും. എന്റെ മുറിയിലേക്ക് വന്ന് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എന്റെ മുറിയിലേക്ക് വന്നോന്ന് എന്താണ് ചെവി കേൾക്കാല്ലേ? ഞാൻ ക്ലിയർലി ചോദിക്കണേ. ഇതെന്താ പറ്റിയ ചെവി പൊട്ടിയ? അല്ലോ അയ്യോ തക്കുടോ, ഞാൻ പറയുന്നു നിങ്ങക്ക് കേൾക്കാൻ കഴിയില്ലേ? നിങ്ങൾ പറയുന്ന അവർക്ക് കേൾക്കാൻ കഴിയില്ല. ഏതപ്പ ഈ രൂപം? ആരാ? എന്താ? ഞാൻ യമധർമ്മൻ. ആ ധർമ്മജോ, വീട് മാറി. നാടകക്കാരൻ തമ്പിയുടെ വീട് ഇതാ ഇതിന്റെ അപ്പുറത്തെ അപ്പുറത്ത് ആ താഴത്താണ്. ഇന്ന് എവിടെ പരിപാടി? ഇന്ന് ഇവിടെയാ പരിപാടി. ഇവിടെ എന്ത് പരിപാടി? ഞാൻ നിങ്ങളുടെ ജീവൻ എടുക്കാൻ വന്നത് അതിങ്ങെടുത്തു. ഇപ്പൊ നിങ്ങൾ വെറും ആത്മാവാ. അയ്യോ നല്ല തക്കിടോ, ഈ കാലം പറയുന്നത് കേട്ടടാ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, അത് ഞാൻ മരിച്ചു പോയിന്ന്. തക്കിടോ, നിങ്ങൾ ഇവിടെ കിടന്ന് ആളുകൾ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അവര് കേൾക്കൂല. നിങ്ങൾ തട്ടിപ്പോയി. ഇനി നിങ്ങൾ പറയുന്നത് എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റൂ. നല്ലു സയ്യു തക്കിട് പോനെ, അപ്പൂപ്പനാടാ വിളിക്കണ. ഇങ്ങോട്ട് നോക്ക്, അപ്പൂപ്പനെ കാണാൻ പറ്റില്ലേ? അതെ, നിങ്ങൾ യശസ്വരീനായി കഴിഞ്ഞു. നിങ്ങൾ ഇനി ആർക്കും കാണാൻ കഴിയില്ല. ശരീരം പറഞ്ഞ ഞാൻ മരിച്ചോ? ഇത് ആത്മാവാന്നാ പറഞ്ഞ്? നീ വെറുതെ പറയാ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്? എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്റെ ഗിരിജ, എന്റെ ചേച്ചി, എന്റെ കുട്ടികള്, അവരൊക്കെ ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ സഹിക്കോ? ആയുസ് തീർന്നാ പോയല്ലേ പറ്റുള്ളൂ. ആയുസ് തീർന്നു, അത്ര തന്നെ. എന്താ പറഞ്ഞു? എടാ, ആയുസ് തീർന്നെന്ന്. ആര് പറഞ്ഞു ആയുസ് തീർന്നെന്ന്? ചിത്രഗുപ്തൻ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, നിങ്ങളുടെ ആയുസ് 65 വയസ്സ് വരെ ഉള്ളൂ. അത് ഇന്നത്തെ ദിവസത്തോടെ തീർന്നു. ഞാനിങ്ങെടുത്തു. അതെങ്ങനെ ശരിയാവും? എനിക്ക് 65 വയസ്സ് വരെ അല്ല ആയുസ്. എനിക്ക് 86 വയസ്സും 3 മാസവും ആയുസുണ്ട്. ആറ്റുകാലിലെ ശങ്കരനാരായണ പണിക്കര് എന്റെ ജാതകം എഴുതിച്ച ഞാൻ കാണിച്ചുതരാം എന്റെ ആയുസ്. വാ വാ വാ, ഞാൻ കാണിച്ചുതരാം. നടക്ക് നടക്ക്, ഞാൻ കാണിച്ചുതരാം. വാ വാ, ഞാൻ കാണിച്ചുതരാം. കാണിച്ചുതരാം. ഇതേ എന്റെ ചേച്ചിയുടെ മുറിയത്, എന്റെ ചേച്ചിയുടെ വെട്ടിയത്. ഇതിലാണ് എൻ്റെ ചേച്ചിയുടെയും ജാതകം ഇരിക്കുന്നത്.
അതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ മരിച്ചു നിന്റെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചി ചങ്ക് പൊട്ടി മരിക്കും. എന്റെ ചേച്ചി ജീവിച്ചിരിക്കണം, ആരെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം. കേട്ടോ, 86 വയസ്സും 3 മാസം. ഇനി 20 വർഷം എനിക്ക് ഇരിക്കാം. ഇത് നോക്ക്. ശരിയല്ലേ? 86 വയസ്സിലെ ആയുസ്. ഇതെന്താ? ഐപാഡ്. നിങ്ങൾക്കും ഐപാഡോ? പിന്നെ അവിടെ ഡിജിറ്റൽ യുഗമല്ലേ, അവിടെ ജെമിനി വരെ ഉണ്ട്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവോ? ഒരു മിനിറ്റ്. വടക്കങ്കിലെ ഗിരിരാജൻ, കല്ലിയുള്ള വീട്, പാലോട് പിയോ, തിരുവനന്തപുരം. എന്താ അഡ്രസ്? വടക്കങ്കിലെ ഗിരിരാജൻ, കല്ലിയുള്ള വീട്, പാലോട് പിയോ. അയ്യോ, അത് തെറ്റാണ്. എന്റെ അഡ്രസ് അതല്ല. ഇത് വടക്കുംതല ഗിരിരാജനല്ലേ? ഞാൻ തെക്കുംതല ഗിരിരാജനാണ്. പിന്നെ പാലോട് പിയ്യോ അല്ല, ഞാൻ പാങ്ങോട് പിയ്യോ ആണ്. വേറെ ഏതോ ആള് ചാവണ്ട സ്ഥലത്ത് എന്നെ ഒക്കെ കൊണ്ടുപോയിട്ട് അഡ്രസ് തെറ്റിയത്. ചിത്രഗുപ്ത, ഇന്ന് തന്ന ലിസ്റ്റിലെ ഒരാളെ പേര് തെറ്റുണ്ട്. നീ ആ വടക്കങ്കിലെ ഗിരിരാജന്റെ ഫുൾ ഡീറ്റെയിൽ ഫോട്ടോ ഒന്ന് അയച്ചു തന്നാണ്. ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, ആള് മാറിപ്പോയി. ചെറിയൊരു തെറ്റോ? ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് കളിച്ചിട്ട് ചെറിയ തെറ്റാത്ര. ശവത്തി കുത്തല്ലേ? ശവായി കിടക്കണിപ്പോ ഞാനല്ലേ അവിടെ, നിങ്ങളല്ലേ അതിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടണം. എനിക്ക് ജീവൻ എടുക്കാനേ അറിയൂ, കൊടുക്കാൻ അറിഞ്ഞൂടാ. അയ്യോ, അങ്ങനെ പറഞ്ഞെങ്ങനെ അതൊന്നും സംഭവിക്കില്ല. എനിക്കെന്റെ ജീവൻ തിരിച്ചു കിട്ടണം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. വഴിയെന്ന് പറഞ്ഞാ ഒരൊറ്റ വഴിയാണ്. പാലോടുള്ള വടക്കുംതല ഗിരിരാജന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെ, എന്നാ പിന്നെ സമയം കളയാതെ വേഗം പോയിട്ട് അവന്റെ ജീവൻ എടുത്തിട്ട് എന്റെ ജീവൻ എന്റെ ശരീരത്തിലേക്ക് കയറ്റിത്താ വേഗം. ഞാൻ അതുവരെ പോണ്ടേ, ഒന്ന് സമാധാനം താ. അതെ, 4 മണിയായി എന്റെ ഡില്ലിമോൾ എന്നെ ഒന്ന് വിളിക്കും. ആ സമയത്ത് ഞാൻ ഉണർന്നില്ലെങ്കിൽ അവരെന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ മരിച്ചു എന്നറിയും. പിന്നെ എങ്ങനെയാ മരിച്ചതെന്ന് അറിയാം. എന്നെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും. ആ കീറി മുറിച്ച ശരീരത്തിലേക്ക് പിന്നെ എന്റെ ജീവൻ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ ജീവനൊന്നും തിരിച്ചതാ. നിങ്ങൾ എന്നെ ഇവിടെ ടെൻഷൻ അടിപ്പിക്കല്ലേ, വഴി ഉണ്ടാക്കാം. നിങ്ങൾ റിലാക്സ് ചെയ്യും. സമയം പോയിട്ട് വരുമോ? 4 മണിക്ക് മുമ്പ് വരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇവിടെ കാത്തിരിക്കും. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് പൊക്കി കെട്ടിക്കൂട്ടിടേ, ഇപ്പൊ വീണേന്. പിന്നെ ഞങ്ങളൊക്കെ കൊമ്പ് വെച്ചാണല്ലോ നടക്കണം ഇവിടെ. ഉറങ്ങിക്കോ. 4 മണിയാവുമ്പോ ഇനി സമയമുണ്ട്. 4 മണിക്ക് മുമ്പെങ്കിലും കാലവാക്ക് വലിച്ചില്ലെങ്കിൽ പൊടിയായിരുന്നല്ലേ? പൊടി എനിക്ക് ചൂടെടുത്തിട്ട് എനിക്ക് ചാകാനുള്ള വിഷമമുണ്ട്. പിഴിഞ്ഞില്ല ഇതുവരെ. പിഴിയോ അല്ലയോ? ഇത് പിഴിഞ്ഞിട്ടേ മേലാലല്ലേ അമ്മാവനോട് ഈ പരിപാടിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സത്യം മനുഷ്യനെ എവിടെയെങ്കിലും ഇരുന്നേനെ. അപ്പൊ മനുഷ്യങ്ങൾ ഞങ്ങളെ വിളിക്കാതെ നിൽക്കരുത്. അമ്മായി എങ്ങനെ സഹിക്കണേ അമ്മാവനെ? ഇങ്ങോട്ട് ചാടി കടിച്ചു വരുമ്പോഴേ 4 വർത്താനം അങ്ങോട്ടങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ മിണ്ടത്തില്ല. എന്തൊരു ഒച്ചയാണ്. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞാൽ അത് നമുക്കറിയാലോ അങ്ങനെ വരാൻ വഴിയുള്ളെന്ന്. ഞാൻ കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കൂടി. പാവടി പുള്ളിക്കാരായി. നിങ്ങൾക്കറിയാവോ, എനിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു പോയാ മനുഷ്യന്റെ സ്നേഹം ഒന്ന് കാണണം.
എന്ത് കരുതലാന്നറിയോ പാവം. ഒക്കെ ശരിയാ, പക്ഷെ വായു വരുന്നെല്ലാം വിളിച്ച് പോവുകയും ചെയ്യും. അല്ലാതെ സ്വസ്ഥത തരുവോ? സത്യം അവന്റെ പൊന്നോ. പാവടി. അമ്മാവനും അമ്മായിയും വന്നു കഴിഞ്ഞാൽ 10 ആളുകൾ അറിയും. പാവം. പിന്നൊക്കെ നമുക്കങ്ങ് വിഷമം വരും. ഓ അമ്മാവൻ പുരാണം തുടങ്ങിയിട്ട് അത് തന്നെയാണല്ലോ. പിന്നെ ഇല്ലേ, എനിക്ക് അങ്ങേരെ ഒഴിച്ച് പിന്നെ വേറെ സ്പൂൺ എടുക്കുക, സ്പൂൺ എടുക്കുക നീ കാണിക്കണം. ഇതിനകത്തോട്ട് ഒഴിച്ച് തിരിച്ചു കുടിക്കാൻ. പിന്നെ അവിടെ അമ്മാവന്റെ കാര്യം പറഞ്ഞ് എല്ലാം മറന്നു. ബോധമില്ലാതായി. ഇതിലൊരു ഗ്ലാസ് വെള്ളം അങ്ങേർക്ക് കൊണ്ട് കൊടുക്കണം കേട്ടാ. ആര് കൊണ്ട് കൊടുക്കും? നീ കൊണ്ട് കൊടുക്ക്. 4 മണിക്ക് വിളിച്ചുണർത്താനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഞാൻ നാരങ്ങ വെള്ളമായിട്ട് പോവാം. അതിന് മുന്നേ നാരങ്ങ വെള്ളം കൊടുക്കണമെങ്കിൽ അമ്മായി തന്നെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് വായിലിരിക്കുന്നതും കേട്ടോ. സത്യം നല്ലത് പറയും. ഇപ്പൊ നമ്മൾ കൊടുത്താലും പറയും, അമ്മായി കൊടുത്താലും പറയും. നിങ്ങൾ കൊടുത്ത ഒന്നും പറയത്തില്ല. നിങ്ങൾക്ക് ചേട്ടനെ പറ്റി അറിയാത്തത് കൊണ്ടാ. അങ്ങനെ നിങ്ങളെന്ന് പറഞ്ഞാൽ എന്ത് ജീവനാണെന്നറിയാവോ? എപ്പോഴും മക്കള് മരുമക്കള് ചേച്ചി എന്നൊക്കെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ അമ്മാവനോടൊന്ന് ചോദിച്ചു നോക്കുക ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറയും. ആരെയാ? നിങ്ങളെ തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മായി ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് എന്റെ ഗിരിയേട്ടനെ. അയ്യോ, ഗിരിച്ചേട്ടൻ എന്ന് പറയുമ്പോ മുഖത്ത് നാണെന്നൊക്കെ. ഞങ്ങളുടെ അമ്മാവനെ ഞങ്ങൾക്കും പ്രാണനാകട്ടോ. ഞങ്ങൾക്ക് വെറുതെ പറഞ്ഞേ. അതെ, ആ മനുഷ്യന് വല്ലതും വന്നു പോയാ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മായി ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? എനിക്ക് എന്റെ ഗിരിയേട്ടനെ. ഞങ്ങളുടെ അമ്മാവനെ ഞങ്ങൾക്കും പ്രാണനാകട്ടോ. ചേച്ചി സമയത്രയെന്ന് നോക്കിയ ചേച്ചി? ഇടിമണി 4 പോണ്. ആണോ? ഞാൻ പോയി വിളിക്കട്ടെ. വിളിക്ക് വേണമെങ്കിൽ അമ്മായിനെ കൊണ്ടുപോയി. എന്നെ കണ്ട പിന്നെ അവിടെ ഒരു കോലാഹലം നടക്കും. മോളെ മാമനെ പറയണ്ട, ലില്ലിമോളെ വിളിക്കൽ. അമ്മാവാ, അമ്മാവാ, ഞാൻ 4 മണിയായി. അമ്മാവാ, അമ്മാവാ,
അമ്മാവാ അമ്മാവാ എന്തുവാണിത്? മനുഷ്യനെ പേടിപ്പിക്കുമല്ല. 4 മണിയായി. കൃഷി ഓഫീസിൽ പോണ്ടേ? അമ്മ ചായ എടുക്കട്ടെ? എന്തു ഇത്? ബോധം കെട്ട് കിടന്ന് ഉറങ്ങുമായിരുന്ന? എനിക്ക് വേണ്ട ഗിരിരാജനെ കിട്ടി. ആളെ കാണണോ? അപ്പൊ സന്തോഷമായല്ലോ. അത് നമ്മൾ പോട്ടാ. Aliens.